2016 മെയ് 21 ഹൂസ്റ്റൺ ടെക്സസ് ഒരു ഇസ്ലാമിക് സെന്ററിന് മുമ്പിലാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നു. സ്റ്റോപ്പ് ഇസ്ലാമൈസേഷൻ ഓഫ് ടെക്സസ് എന്ന ബാനറുമായിട്ട് ഒരു കൂട്ടം ആളുകൾ. ഫേസ്ബുക്കിലെ ഹാർട്ട് ഓഫ് ടെക്സസ് എന്ന പേജ് ആണ് ഈ പ്രൊട്ടസ്റ്റ് ഓർഗനൈസ് ചെയ്തത്. ഒരു പാട്രിയോട്ടിക് ടെക്സസ് പേജ്, ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ്. അതേസമയം അതേ തെരുവ് റോഡിന്റെ മറുവശത്ത് ഒരു കൗണ്ടർ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. സേവ് ഇസ്ലാമിക് നോളജ്, മുസ്ലിംസിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഇറങ്ങിയ ആളുകൾ. അത് ഓർഗനൈസ് ചെയ്തത് യുണൈറ്റഡ് മുസ്ലിംസ് ഓഫ് അമേരിക്ക എന്ന ഫേസ്ബുക്ക് പേജ്. രണ്ടു കൂട്ടരും ഫേസ് ടു ഫേസ് അലറി, തർക്കിച്ചു, വഴക്കുണ്ടാക്കി. പോലീസ് അതിന്റെ ഇടയിൽ കയറി നിന്നു. ഓരോ ആളുകളും അവരുടെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് തെരുവിൽ ഇറങ്ങിയവരാണ്. പക്ഷേ ഇനിയാണ് ട്വിസ്റ്റ്. 2 വർഷം കഴിഞ്ഞ് US സെനറ്റിന്റെ ഇന്റലിജൻസ് കമ്മിറ്റി ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഫൈൻഡിംഗ് പുറത്തുവിട്ടു. ഹാർട്ട് ഓഫ് ടെക്സസ് എന്ന പേജ് അത് റൺ ചെയ്തിരുന്നത് ടെക്സസിൽ നിന്നല്ല, റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ഒരു ഓഫീസിൽ നിന്നാണ്. യുണൈറ്റഡ് മുസ്ലിംസ് ഓഫ് അമേരിക്ക എന്ന പേജ് അതും റൺ ചെയ്തിരുന്നത് അതേ ഓഫീസ് തന്നെയായിരുന്നു. അവർ ഒരേ ദിവസം ഒരേ സ്ഥലത്ത് 2 എതിർ പ്രൊട്ടസ്റ്റുകൾ അനൗൺസ് ചെയ്യുന്നു. എന്നിട്ട് അങ്ങ് ദൂരെ ഇരുന്ന് യഥാർത്ഥ മനുഷ്യർ വന്ന് പരസ്പരം പ്രൊട്ടസ്റ്റ് ചെയ്ത് തല്ലു പിടിക്കുന്നത് കണ്ടിരിക്കുന്നു. ആ 2 ഇവന്റും ഓർഗനൈസ് ചെയ്യാൻ അവർക്ക് ചെലവായത് സെനറ്റ് ഹിയറിംഗിൽ പറഞ്ഞ കണക്ക് വെച്ച് ഏകദേശം $200 മാത്രമാണ്. നമ്മുടെ കണക്കിൽ പറഞ്ഞാൽ ഒരു 17,000 രൂപ. ആ തെരുവിൽ ഇറങ്ങിയ ഓരോ ആളുകളും വിചാരിച്ചത്, ഞാൻ എൻ്റെ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുകയാണ്. പക്ഷേ ഒരാളും അറിഞ്ഞില്ല അവരെ അവിടെ കൊണ്ടെത്തിച്ചതും പ്രൊട്ടസ്റ്റ് ചെയ്യിപ്പിച്ചതും എല്ലാം അവർ പോലും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ഒരു ഏജൻസിയാണ് എന്ന്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്കെല്ലാവർക്കും തോന്നിയേക്കാം. സത്യത്തിൽ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭീകരത. ആ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ഓഫീസിന് ഒരു പേരുണ്ട്, ഇന്റർനെറ്റ് റിസർച്ച് ഏജൻസി. 2018 US സ്പെഷ്യൽ കൗൺസിൽ ഇൻവെസ്റ്റിഗേഷൻ ഈ സ്ഥാപനത്തിനെതിരെ കോടതിയിൽ കൊടുത്ത ഇൻഡൈറ്റ്മെന്റ്, അതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആണ്. അതിൽ നിന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു സാധാരണ ഓഫീസ് പോലെ വർക്ക് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. എംപ്ലോയീസ്, അവർക്ക് ഷിഫ്റ്റുകളുണ്ട്, ഡേ ഷിഫ്റ്റ്, നൈറ്റ് ഷിഫ്റ്റ്, മന്ത്ലി ടാർഗറ്റുകളുണ്ട്, പെർഫോമൻസ് റിവ്യൂകളുണ്ട്. പീക്ക് ടൈമിൽ ഓരോ മാസവും $1 മില്യൺ മുകളിലാണ് ഈ കമ്പനിയുടെ ബഡ്ജറ്റ് തന്നെ. അവരുടെ ജോലി എന്താണ്? ഫേക്ക് ആയിട്ടുള്ള അമേരിക്കൻ അക്കൗണ്ടുകൾ ഉണ്ടാക്കുക, അമേരിക്കക്കാരെ പോലെ പോസ്റ്റ് ചെയ്യുക, 2 സൈഡിലും പേജുകൾ നടത്തുക, വഴക്ക് വളർത്തുക. അവിടെയുള്ള ഓരോ ജോലിക്കാരൻ്റെയും ഡെയിലി ടാർഗറ്റ് എന്ന് പറയുന്നത് ഭൂമിയുടെ മറുവശത്ത് ഏതോ ഒരാളുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യുക എന്നത് മാത്രമാണ്. അവർക്ക് അത് ജോലിയായിരിക്കാം, പക്ഷെ മറ്റേ ആൾക്ക് അത് അവരുടെ ജീവിതമാണ്. ഇനി നമുക്ക് സ്കെയിൽ ഒന്ന് നോക്കാം. ഫേസ്ബുക്കിൽ തന്നെ US കോൺഗ്രസിന് മുകളിൽ കൊടുത്ത കണക്ക് പ്രകാരം ഈ ഒരു ഏജൻസിയുടെ കോണ്ടന്റ് എത്തിയത് 12.6 കോടി അമേരിക്കൻസിന്റെ ഫീഡിലാണ്. അതായത് US വോട്ടേഴ്സിലെ തന്നെ പകുതിയിൽ കൂടുതൽ ആളുകൾക്ക് മുമ്പിലേക്ക്. പക്ഷേ ഇവിടെയാണ് ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക്. ആ 12.6 കോടി ആളുകളിലേക്ക് എത്താനായിട്ട് അവർ പോസ്റ്റ് ചെയ്തത് വെറും 80,000 പോസ്റ്റുകൾ മാത്രമാണ്. അപ്പോൾ ഈ 12.6 കോടി ആളുകളിലേക്ക് എത്താനുള്ള ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്തത് ആരാണ്? സാധാരണ ആളുകൾ, നമ്മളെപ്പോലെയുള്ള സാധാരണ ആളുകൾ, ജെന്യുവനായിട്ട് വിശ്വസിച്ച, ജെന്യുവനായി ദേഷ്യപ്പെട്ട യഥാർത്ഥ മനുഷ്യർ. അവർ ഷെയർ ബട്ടൺ അമർത്തിയപ്പോഴാണ് ആ മൾട്ടിപ്ലിക്കേഷൻ അവിടെ സംഭവിച്ചത്. അപ്പോൾ ഇതാണ് ഫോർമുല. പണം വാങ്ങിയവർ തീപ്പട്ടി ഉരയ്ക്കും, ചിന്ത നഷ്ടപ്പെട്ട ആളുകൾ കാട് കത്തിക്കും. അവർ 1 കോടി ആളുകളെ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യം തന്നെ വന്നില്ല. അവർക്ക് വേണ്ടി വന്നത് 1000-ൽ താഴെ, അതല്ലെങ്കിൽ അതിലും താഴെ ജെന്യുവൻ ആയിട്ടുള്ള ബിലീവേഴ്സിനെ മാത്രം ദേഷ്യം പിടിപ്പിച്ചാൽ മതി. ബാക്കി ജോലി അവർ ഫ്രീ ആയിട്ട് ചെയ്തോളൂ. അപ്പോൾ ഇതങ്ങ് അമേരിക്കയിലെ കാര്യമല്ലേ എന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ വരട്ടെ. ഇത് ലോകമെമ്പാടും നടക്കുന്ന സംഭവമാണ്. എല്ലാ രാജ്യത്തും സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യവും കൂടിയാണ്. ഇനി ഇന്ത്യയിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 2024 ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് ജനുവരി മുതൽ മെയ് വരെ ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം കൂടെ ഗൂഗിളിന്റെ പ്ലാറ്റ്ഫോമിൽ മാത്രം ആഡ്സിന് വേണ്ടി ചെലവഴിച്ചത് 290 കോടി രൂപയ്ക്ക് മുകളിലാണ്. 2 ലക്ഷത്തിലധികം ആഡ്സ് ആണ് അവർ റൺ ചെയ്തിരിക്കുന്നത്. 2019 അപേക്ഷിച്ച് ഇത് ഏകദേശം 10 ഇരട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. 2016 ഒരു ഇന്ത്യൻ ജേർണലിസ്റ്റ് ഒരു ബുക്ക് എഴുതി. ഒരു വലിയ നാഷണൽ പാർട്ടിയുടെ ഡിജിറ്റൽ ആർമിക്കുള്ളിൽ കയറി അതിന്റെ പ്രവർത്തനം ഡോക്യുമെന്റ് ചെയ്ത കാര്യങ്ങളാണ് അവർ ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അതിൽ വിവരിക്കുന്നുണ്ട് വോളണ്ടിയേഴ്സിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളെ പറ്റി. രാവിലെ അവിടെ ഇൻസ്ട്രക്ഷൻസ് വരും. ഇന്ന് ഏത് ഹാഷ്ടാഗ് ആണ് ട്രെൻഡ് ആക്കേണ്ടത്, ആരെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത്, ഏത് നറേറ്റീവാണ് പുഷ് ചെയ്യേണ്ടത്, ഒരു എഡിറ്റോറിയൽ മീറ്റിംഗ് പോലെ. പക്ഷേ ഔട്ട്പുട്ട് എങ്ങനെയാണ് പോകുന്നത്? ഒരു സാധാരണക്കാരൻ്റെ സ്വാഭാവിക അഭിപ്രായം പോലെ ആയിരിക്കും
ആയിരിക്കും പോസ്റ്റുകൾ വരാൻ പോകുന്നത്. അങ്ങനെയായിരിക്കും അത് നമ്മുടെയൊക്കെ ഫീഡുകളിലും എത്തുന്നത്. ഇന്ന് എല്ലാ മേജർ പൊളിറ്റിക്കൽ പാർട്ടീസിനും വാർ റൂംസ് ഉണ്ട്, പ്രൊഫഷണൽ കൺസൾട്ടൻസീസും ഉണ്ട്. ഇലക്ഷൻ കൺസൾട്ടൻസി എന്നത് ഇന്ത്യയിലെ ഒരു ഇൻഡസ്ട്രി തന്നെയാണ്. ഒരേ കൺസൾട്ടൻസി പല ഇലക്ഷൻ പാർട്ടീസിന് വേണ്ടിയിട്ട് പല ജോലികൾ ചെയ്യുന്നതായിട്ടും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കൂ, നിങ്ങൾ ജീവൻ കൊടുത്ത് വാദിക്കുന്ന നറേറ്റീവ് ഡിസൈൻ ചെയ്ത ആൾ ചിലപ്പോൾ കഴിഞ്ഞ ഇലക്ഷന് എതിർ സൈഡിന് വേണ്ടിയിട്ട് ഇതേപോലെ നറേറ്റീവ് ഡിസൈൻ ചെയ്ത് കൊടുത്ത ഒരു ജോലിക്കാരൻ മാത്രമായിരിക്കാം. അയാൾക്കത് വെറും ഒരു ക്ലയൻറ്റ് മാത്രമാണ്. പക്ഷേ നിങ്ങൾക്ക് ഇതിനുവേണ്ടി ജീവൻ കളയുന്ന ആളുകൾക്ക് അത് അവരുടെ ജീവിതം തന്നെയാണ്. ഇനി ഒരു ചോദ്യം വരും, നമ്മൾ പൊളിറ്റിക്സിൽ അധികം ഇല്ല, പൊളിറ്റിക്സ് അതുകൊണ്ട് തന്നെ എന്നെ ബാധിക്കുന്നില്ല എന്നാണ് എങ്കിൽ ഇനി നമുക്ക് എൻ്റർടൈൻമെൻറ്റ് നോക്കാം. നമ്മുടെയൊക്കെ ഫേവറേറ്റ് സ്റ്റാറുകളിൽ അവരുടെ പേരിൽ നടക്കുന്ന ഫൈറ്റുകൾ, അങ്ങനത്തെ പേജുകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ആ പേജുകൾ എടുത്തു വെച്ച് അതിൻ്റെ ഹിസ്റ്ററി മുഴുവൻ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ പലതിലും പല പാറ്റേൺസും നമുക്ക് കാണാം. ഇന്ന് ഒരു സ്റ്റാറിനെ പൊക്കുന്ന പോസ്റ്റ്, നാളെ അതേ സ്റ്റാറിനെ താഴ്ത്തുന്ന പോസ്റ്റ്, രണ്ടിലും നല്ല പോലെ എൻഗേജ്മെൻറ്റ്. ആ പേജിന് ഒരു സ്റ്റാറിനോടും സ്നേഹമില്ല, ഫോളോവേഴ്സ് മാത്രമാണ് ബിസിനസ്. ഫോളോവേഴ്സ് കൂടിയാൽ പ്രൊമോഷൻ്റെ പോസ്റ്റിൻ്റെ റേറ്റ് കൂടും. നിങ്ങളുടെ ദേഷ്യമാണ് അവരുടെ റേറ്റ് കാർഡിലെ ഒരു ഐറ്റം. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് സപ്ലൈ സൈഡ്. ഇനി നമ്മുടെ തലയ്ക്കുള്ളിൽ എന്ത് നടക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം ഒരു പോസ്റ്റ് കണ്ടതുകൊണ്ട് മാത്രം ആരുടെയും മൈൻഡ് മാറാൻ പോകുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? റെപ്പറ്റീഷൻ, എല്യൂഷറി ട്രൂത്ത് എഫക്റ്റ് എന്നൊരു കാര്യമുണ്ട്. ഒരു കാര്യം നമ്മൾ ആവർത്തിച്ച് കേൾക്കുമ്പോൾ അത് സത്യമാണോ എന്ന് പോലും നോക്കാതെ ബ്രെയിൻ അത് കൂടുതൽ ശരിയായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങും. ലാബിൽ ആവർത്തിച്ച് തെളിയിച്ച കാര്യമാണ്. ഫോൾസ് ആണെന്ന് അറിയാവുന്ന സ്റ്റേറ്റ്മെന്റുകൾ പോലും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആളുകൾ കൂടുതൽ വിശ്വസിക്കാൻ തുടങ്ങും. ഇനി കണക്ക് കൂട്ടൂ, ഒരേ നറേറ്റീവ് 10 വ്യത്യസ്ത പേജുകളിൽ നിന്ന് 10 വ്യത്യസ്ത രൂപത്തിൽ ഒരാഴ്ച തന്നെ നമ്മുടെ ഫീഡുകളിൽ എത്തിയാൽ നിങ്ങൾക്ക് തോന്നും 10 ഇൻഡിപെൻഡന്റ് ആളുകൾ ഒരേ കാര്യം പറയുന്നു എന്ന്. ഇത്ര പേർ പറയുന്നുണ്ട് എങ്കിൽ അതിലെന്തെങ്കിലും കാണും എന്ന്. അതിന്റെ എല്ലാം സോഴ്സ് ഒന്നായിരിക്കാം, പക്ഷേ എക്കോ 10 ആയിട്ടാണ് നമ്മൾ കേൾക്കുന്നത് അത് 10 ശബ്ദമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ അതിലേക്ക് ഇൻക്ലൈൻഡ് ആകാൻ തുടങ്ങും. റീസെന്റ് ആയിട്ട് നമുക്ക് ഫുട്ബോൾ തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണാം. ഫിഫ അർജന്റീനയ്ക്ക് സപ്പോർട്ടാണ് എന്ന് 3 പോസ്റ്റ് കണ്ടാൽ പെട്ടെന്ന് മുന്നും പിന്നും നോക്കാതെ നമ്മൾ അത് വിശ്വസിക്കും. പിന്നെ ആ സ്പോർട്ടിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റാർസ് ആയിട്ടുള്ള റൊണാൾഡോയെ പറ്റിയും മെസ്സിയെ പറ്റിയും ചുറ്റിപ്പറ്റി ഒരുപാട് ഗോട്ട് ഡിസ്കഷൻസ്, ഹെയ്റ്റ് ടോക്സ്, ഇതിനെല്ലാം ചുവട് പിടിക്കാൻ അത് ഫാൻസും അവരെ തീ പിടിപ്പിക്കാൻ ഹെയ്റ്റ് പോസ്റ്റുകളും. ഈ പറഞ്ഞ കേസിൽ അതിന്റെ പിന്നിൽ ആരും ഇല്ലായിരിക്കാം, പക്ഷേ എത്ര ഈസിയാണ് നമ്മളെ ഇന്റർനെറ്റിൽ കൺവിൻസ് ചെയ്യാൻ എന്നതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ തുടർച്ചയായിട്ട് പോസ്റ്റുകൾ കാണുന്നു, പതിയെ നമ്മൾ വിശ്വസിച്ച് തുടങ്ങുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നത് വാതിൽ അകത്ത് നിന്ന് പൂട്ടുക എന്നതാണ്. ഒരു പൊസിഷൻ നമ്മൾ പബ്ലിക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ബ്രെയിൻ നമ്മളെ സമ്മതിക്കില്ല. കാരണം പിന്നോട്ട് പോയാൽ ഞാൻ തെറ്റായിരുന്നു എന്ന് സമ്മതിക്കണം. കൺസിസ്റ്റൻസിക്ക് വേണ്ടി വീണ്ടും ബ്രെയിൻ എന്ത് ചെയ്യും? എതിർ തെളിവുകൾ വന്നാൽ അത് നമ്മൾ തള്ളും. ഫേവർ ആയിട്ട് വരുന്ന തെളിവുകൾ തപ്പിപ്പോകും. അതായത് ആദ്യത്തെ കമന്റ്, അതായത് നമ്മളെ കൊണ്ട് ആദ്യത്തെ ഒരു കമന്റ് എഴുതിപ്പിച്ചാൽ മാത്രം മതി, ബാക്കിയുള്ള യുദ്ധം നമ്മൾ സ്വയം ചെയ്തോളും. നമ്മുടെ ഈഗോയാണ് പിന്നെ അവരുടെ ഏറ്റവും വലിയ ജോലിക്കാരൻ. ഹൂസ്റ്റണിലെ ആ ആളുകളെ ഒന്ന് ഓർത്ത് നോക്കൂ. അവരാരും വിഡ്ഢികളൊന്നും ആയിരുന്നില്ല. റെപ്പറ്റീഷൻ അവരുടെ വിശ്വാസം ഉറപ്പിച്ചു. പബ്ലിക് കമ്മിറ്റ്മെന്റ് അവരെ തെരുവിൽ എത്തിച്ചു. മെഷീന് വേണ്ടത് ഒരു ചെറിയ പുഷ് മാത്രം, ബാക്കി ദൂരം നമ്മൾ സ്വയം നടന്നുകൊള്ളും. നമ്മൾ നടക്കുമ്പോൾ തോന്നും സ്വന്തം കാലുകൊണ്ടാണ് നടക്കുന്നത് എന്ന്. അത് സത്യമാണ്, കാലുകൾ നമ്മുടെ തന്നെ ആയിരിക്കും, പക്ഷേ വഴി അവരുടേതാണ് എന്ന് തിരിച്ചറിയുക. ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, പക്ഷെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, ഇനി എന്തെങ്കിലും ഒരു പോസ്റ്റ് കണ്ടാൽ അത് കണ്ട് ചോര തിളയ്ക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഒരു ചോദ്യം ചോദിക്കാൻ ശ്രമിക്കുക. ഇത് ശരിയാണോ തെറ്റാണോ? ആ ഒരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ചോദിക്കേണ്ട വേറൊരു ചോദ്യമുണ്ട്. ഇത് എന്റെ മുന്നിൽ എത്തിയത് കൊണ്ട് ആർക്കാണ് ലാഭമെന്ന്. ഈ ചോദ്യം നമ്മൾ ചോദിച്ചു തുടങ്ങുമ്പോൾ ലോകം വേറൊരു സ്ഥലമായിട്ട് മാറും. ഒരു സ്റ്റാറിന്റെ വിവാദ പ്രസ്താവന വൈറലാകുന്നു ഏതെങ്കിലും ഒരു പടം റിലീസ് ആകുന്നതിന് കൃത്യം 2 ആഴ്ച മുമ്പ്. ലാഭം ആർക്കാണ്? അതല്ലെങ്കിൽ ഒരു പഴയ സ്പീച്ചിന്റെ ക്ലിപ്പ് പെട്ടെന്ന് പൊങ്ങി വരുന്നു ഇലക്ഷന് തൊട്ട് മുമ്പ്. ആ ക്ലിപ്പിന്റെ മുമ്പും ശേഷവുമുള്ള വാചകങ്ങൾ എന്തായിരുന്നു അതും നമുക്കറിയില്ല. ആരാണ് അത് കട്ട് ചെയ്തത്, കൃത്യസമയത്ത് പോസ്റ്റ് ചെയ്തത്, അതെന്തുകൊണ്ടാണ് ഇപ്പൊ സംഭവിച്ചത്? ഇതെല്ലാം നമ്മൾ ചിന്തിക്കണം. 2 ഫാൻ ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു യുദ്ധം, അത് ട്രെൻഡ് ആകുന്നു. ആരാണ് ആദ്യത്തെ കല്ലെറിഞ്ഞത്? ആ അക്കൗണ്ടിന് എത്ര പഴക്കമുണ്ട്? ആ പ്രൊഫൈലിൽ വേറെ എന്തൊക്കെ അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്? ശ്രദ്ധിക്കൂ, ഈ ചോദ്യത്തിനെല്ലാം ഉത്തരം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടണം. പല സമയത്തും ഈ ചോദ്യത്തിന്റെ ഉത്തരം എപ്പോഴും ഒരു ഗൂഢാലോചന, അതല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ ഒരു കൂട്ടം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊന്നും ആയിരിക്കില്ല നമുക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം.
ചിലപ്പോൾ ജെന്യൂൻ ആയിട്ടുള്ള ആളുകളായിരിക്കും അങ്ങനത്തെ പോസ്റ്റുകൾ ഇടുന്നത്, അതും ഒരു ഉത്തരമാണ്. പക്ഷെ ചോദ്യം ചോദിക്കുന്ന ആ 3 സെക്കൻഡുകൾ, അതാണ് ഒരു ബ്ലൈൻഡ് സോൾജിയറും ഒരു റെസ്പോൺസിബിൾ സിറ്റിസണും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കാം, അതുമായിട്ട് ബേസ് ചെയ്ത് നിങ്ങൾ പോസ്റ്റും ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങളെയും നിങ്ങളുടെ വിശ്വാസങ്ങളെയും ഒന്നും ആർക്കും ചോദ്യം ചെയ്യാനുള്ള അവകാശവുമില്ല. പക്ഷേ നിങ്ങളുടെ ആ ജെന്യൂൻ ആയിട്ടുള്ള വികാരം എപ്പോൾ, എന്തിനു നേരെ, ഏതളവിൽ കത്തണം എന്ന് തീരുമാനിക്കുന്നത് അത് നിങ്ങളായിരിക്കണം. അതല്ലാതെ ഒരു റേറ്റ് കാർഡ് ഉള്ള ഒരു ഫേസ്ബുക്ക് പേജ് ആകരുത്, ഒരു വാർ റൂം ആകരുത്, ഒരു ടാർഗറ്റ് തിരിക്കാനുള്ള ഒരു ജോലിക്കാരനും ആകരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ സംസാരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.